അതേസമയം കേസിലെ പ്രതികളായ റഹാൻ ബിനോയ്, ആകാശ് എന്നിവരുമായി ക്യാമ്പസിനുള്ളിലെ കുന്നിൻ മുകളിൽ വെച്ച് തെളിവെടുപ്പ് നടക്കുകയാണ്. KV രാഹുൽ വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഒരുപാട് വിശദാംശങ്ങൾ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ആദ്യം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഓരോ കോളേജ് ക്യാമ്പസുകളിലും യൂണിയൻ റൂമുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് SFIയുടെ ഇടിമുറി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരെ വരുന്നു. ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാക്കുന്നു. ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു സംഘടന എന്താണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നടത്തുന്നത്? ഫാസിസം മാത്രമാണ്. അക്ഷയ്, ഈ സർവകലാശാല ഹോസ്റ്റൽ മറ്റൊരു ലോകം തന്നെയായിരുന്നു എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മുൻ PTA പ്രസിഡന്റിൻ്റെ ആ വാക്കുകളിൽ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ അനുഭവം, നേരിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുള്ളത്. അതായത് SFI അല്ലാത്ത മറ്റൊരു വിദ്യാർത്ഥിക്ക്, മറ്റൊരാശയം അതിൽ വിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഈ ഹോസ്റ്റലിൽ നിലനിന്ന് വന്നിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ രക്തം ഉപയോഗിച്ചു, ചോര ഉപയോഗിച്ചുകൊണ്ട് ചുമരിൽ SFI എന്ന് എഴുതിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. അതായത് സിദ്ധാർത്ഥൻ്റെ മർദ്ദനം എന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ല, നേരത്തെയും നിരവധി വിദ്യാർത്ഥികൾക്ക് സമാനമായ രീതിയിലുള്ള ക്രൂരതകൾ, മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കേസിലെ 2 പ്രതികളുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേസിലെ പ്രതികളായ റഹാൻ ബിനോയ്, ആകാശ് എന്നിവരെയാണ് ഹോസ്റ്റലിന് സമീപമുള്ള പാറപ്പുറത്തെത്തിച്ച് തെളിവെടുത്തത്. ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച് അന്ന് രാത്രി ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കമുണ്ടാകുന്നത് ഈ പാറപ്പുറത്ത് വെച്ചാണ്. അതായത് സിദ്ധാർത്ഥനെ പാറപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു രാത്രി 9 മണിക്ക് ശേഷം. ആദ്യം മർദ്ദിച്ചത് ഇവിടെ വെച്ച് ആണ് എന്നാണ് പ്രതികൾ സമ്മതിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 18-ൽ 2 പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ തെളിവെടുപ്പ് വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് മറ്റ് ആയുധങ്ങളൊന്നും തന്നെ കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും DYSP പ്രതികളോട് ഈ സ്ഥലത്ത് വെച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഒരു പാറയുടെ മുകളിലാണ്, ഇവിടെ നിന്ന് മർദ്ദിച്ചാൽ ഈ വിദ്യാർത്ഥി കരയുന്നതുൾപ്പെടെ താഴെയുള്ള ആളുകൾ കേൾക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ യാതൊരു കൂസലുമില്ലാതെ 2 പ്രതികളും മറുപടി നൽകിയത്, മർദ്ദിക്കുമ്പോൾ ശബ്ദമുണ്ടായാൽ ആളുകൾ കേൾക്കും, മറ്റുള്ളവർ കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. യാതൊരു കൂസലുമില്ലാതെയുള്ള ഒരു മറുപടിയായിരുന്നു ഇതെന്നുള്ളതാണ്. നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്, യാതൊരു കൂസലുമില്ലാത്ത തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നു, ബെൽറ്റ് എടുക്കുന്നു. ആ തരത്തിലുള്ള സിൻജോയുടെ ഒരു പ്രതികരണം തെളിവെടുപ്പിനിടെ നമ്മൾ കണ്ടതാണ്. എങ്ങനെ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യുവാവിന് ഇത്തരത്തിൽ പെരുമാറാൻ പറ്റുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ ആശങ്കയിൽ നിൽക്കുന്നു. ഇപ്പോൾ ഈ റഹാനൊക്കെ എന്ന് പറയുന്നത് അടുത്ത സുഹൃത്തു കൂടിയാണ്, സിദ്ധാർത്ഥിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ആയിരുന്നു. അപ്പോൾ അടുത്ത സുഹൃത്തെന്ന് കരുതിയിരുന്നു സിദ്ധാർത്ഥ, ഒരു പക്ഷെ അങ്ങനെ വേണമെങ്കിലും നമ്മൾ പറയണം. അവരുടെ അമ്മയൊക്കെ പറയാൻ നമ്മൾ കേട്ടിരുന്നു. അവരും ഈ സമാനമായി തന്നെ ഒരു കൂസലും ഇല്ലാതെ തന്നെയാണല്ലോ ഈ തെളിവെടുപ്പിനിടയിൽ ഉള്ള അവരുടെ ഒരു പെരുമാറ്റമൊക്കെ. തീർച്ചയായും തെളിവെടുപ്പിനിടെ ആ വിധത്തിൽ തന്നെയാണ് 2 പേരുടെയും പെരുമാറ്റം ഉണ്ടായിരുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തെളിവെടുപ്പ് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി ക്യാമ്പസിലേക്കുള്ള പ്രധാന കവാടം വഴി എല്ലാ പ്രതികളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. കാരണം MSFൻ്റെയും KSUവിൻ്റെയൊക്കെ പ്രതിഷേധം ഇന്ന് ക്യാമ്പസിൽ നടക്കുകയാണ്. അപ്പോൾ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ പുറകിലുള്ള വഴിയിലൂടെയാണ് പ്രതികളെ കൊണ്ടുവന്നത്. ഹോസ്റ്റലിന് തൊട്ട് മുന്നിലായി വഴിയാണ്. ഈ വഴിയുടെ തൊട്ടിപ്പുറയാണ് ഈ പാറപ്പുറം എന്നുള്ളത്. ഈ സ്ഥലത്തേക്കാണ് സിദ്ധാർത്ഥനെ ആദ്യം കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് മർദ്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ റഹാൻ അതുപോലെ തന്നെ ആകാശ എന്നീ പ്രതികളോട് പോലീസ് കൃത്യമായി ഈ ചോദ്യം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞതും. ഇതൊരു ഉയർന്ന സ്ഥലമാണല്ലോ, ഇവിടെ നിന്ന് മർദ്ദിച്ചാൽ ശബ്ദം പുറത്തേക്ക് വരില്ലേ, കരഞ്ഞാൽ ഈ കരച്ചിൽ പുറത്തേക്ക് കേൾക്കില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്താണ് താഴ്ഭാഗത്തുള്ള ആളുകളൊക്കെ ഇത് കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതികൾ മറുപടി നൽകിയത്. ഈ പാറപ്പുറത്ത് നിന്ന് മർദ്ദിച്ചതിന് ശേഷമാണ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നലെ മുഖ്യപ്രതിയായ സിൻജോയെ എത്തിച്ച് തെളിവെടുത്തു. 21 നമ്പർ ഹോസ്റ്റൽ മുറിയിലും നടുത്തളത്തിലും അതുപോലെ 36 നമ്പർ ഹോസ്റ്റൽ മുറിയിലും എത്തിച്ചാണ് ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അപ്പോൾ 21 നമ്പർ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ കേബിൾ ഉൾപ്പെടെ പ്രതി എടുത്തു നൽകുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ സംഭവിക്കാനുള്ളത് ക്യാമ്പസിലേക്ക് അല്പസമയത്തിനകം KSU MSF സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നടക്കാൻ പോവുകയാണ്. ബാരിക്കേഡ് സ്ഥാപിച്ച പോലീസ് ഏതായാലും അത് തടയാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്.